കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോഴത്തൊക്കെ സഖാക്കളാകെ വിചാരിക്കുകയാണ് ഇത് മറ്റേ അമ്മായിസനാണെന്ന്. ഒരു സത്യസന്ധനായ ഒരു നാടക കലാകാരൻ, അയാളെ ആ നാട്ടുകാർ വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നാണ്. ആ കള്ളൻ വിജയനെ കുറിച്ച് ദേശാഭിമാനിയിൽ ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ അതെടുത്ത് കണ്ട് മുക്കിക്കളഞ്ഞു, അതെടുത്ത് കളഞ്ഞു. അത് അവിടെ പ്ലേസ് ചെയ്ത, അല്ലെങ്കിൽ അത് പത്രത്തിൽ അച്ചടിക്കാൻ വേണ്ടി കൊടുത്ത അതിന്റെ എഡിറ്ററെ മാറ്റി, എഡിറ്ററെ തെറിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളുള്ളൂ, അത് ആരാണ്? കാരണഭൂതാണെന്ന്. നമുക്കൊന്നും ആ വിശ്വാസം കേട്ടോ. കള്ളൻ വിജയൻ എന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല. വിളിക്കുന്നത് ആര്? ഇവർ തന്നെയാണ്. ഇവരുടെ വിശ്വാസം അതാണ്. നിങ്ങൾ ഇന്നലത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ, ഞാൻ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയല് ഇവർ പറയുന്നത് എന്താ അറിയോ? ഈ വീണയുടെ 2.78 കോടിക്ക് വേണ്ടി എന്തിനാ ഇഡിയോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഇഡി, എന്തിന് പാവം വീണയുടെ 2.78 കോടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ അന്വേഷണം നടത്തുന്നു? വേറൊരു 154 കോടി ഇല്ലേ? അതായത് കരിമണൽ കർത്ത 154 കോടി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഇതേപോലെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേശാഭിമാനിയിലെ എഡിറ്റോറിയലാണ് കേട്ടോ, എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയൽ ചോദിക്കുകയാണ്, എന്തിനു വീണ നിങ്ങൾ പോയി പിടി, ആരെ പിടി? 154 കോടി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെ പോയി പിടി. ആ 154 കോടിയില് മേജർ പോർഷൻ കൊടുത്തത് PV എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പിണറായി വിജയൻ ആണ് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ, ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധി പകർപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. PV എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന് മുഴുവൻ പേരുള്ള ഈ സംസ്ഥാനത്തിന്റെ, അക്കാലത്ത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഖലയിലുള്ള ആളാണ് ഏറ്റവും കൂടുതൽ കരിമണൽ കർത്തായിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ദേശാഭിമാനി പറയുകയാണ്, വീണയെ പിടിക്കണ്ട, ആരെ പിടിച്ചാ മതി? വീണയുടെ തന്തയെ പിടിച്ചാ മതി എന്ന് ദേശാഭിമാനി പറയുമ്പോ ഇതിന്റെ മുമ്പേ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചീള് കേസ്, എന്ത് 2.78 കോടി? പിടിക്കേണ്ടത് 154 കോടിയല്ലേ? അതിലല്ലേ മറ്റേ ആരുള്ളത്? OC ഉള്ളത്, അതിലല്ലേ PK ഉള്ളത്, അതിലല്ലേ KK ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന്റെ കൂടെ ആരുമുണ്ട്? PV ഉണ്ട്. പിണറായി വിജയൻ പറഞ്ഞു ആ PV ഞാനല്ല എന്ന്. ആ PV ഞാനല്ല എന്ന് പിണറായിക്ക് എങ്ങനെ പറയാൻ പറ്റുക? ആ PV പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? പൈസ കൊടുത്ത ഈ പറയുന്ന കരിമണൽ കർത്ത തന്നെയാണ് പറഞ്ഞത് ആ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണ് എന്ന്. അതാ റിപ്പോർട്ടിലുണ്ട്. പിണറായി വിജയൻ റിപ്പോർട്ട് വായിച്ചു നോക്കില്ല, വായിച്ചാൽ ഇയാൾക്ക് മനസ്സിലാവില്ല, ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് പിണറായി വിജയൻ വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ ബ്രിട്ടാസിന് വായിച്ചാൽ മനസ്സിലാവും. ബ്രിട്ടാസ് പറഞ്ഞു കൊടുക്കണ്ടേ? കാരണഭൂതമേ ആ റിപ്പോർട്ടിലുണ്ട് PV എന്നുള്ളത് പിണറായി വിജയനാണ്. അപ്പൊ ബ്രിട്ടാസ് പറയുന്നു 154 കോടി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസിന്റെ ലക്ഷ്യം ആരെ തട്ടുക എന്നുള്ളതാണ്, പിണറായി വിജയനെ തട്ടുക എന്നുള്ളതാണ്. ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതുന്നു 154 കോടിയെ കുറിച്ച് അന്വേഷിക്കണം. അതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ ലക്ഷ്യം പിണറായി വിജയനെ തട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കള്ളന്മാര് മുഴുവനും ആ വലിയ കള്ളനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അയാളെ തട്ടണം എന്നാണ് ദേശാഭിമാനി പറയുന്നത്, ബ്രിട്ടാസ് പറയുന്നത്. ഇപ്പൊ നാളെ ഇപ്പൊ ഗോവിന്ദ മാഷും തന്നെ അതിനെയായിരിക്കും പറയാ, ഗോവിന്ദ മാഷും അത് തന്നെയായിരിക്കും പറയാ, എന്തിനു നിങ്ങൾ ഈ 2.87 കോടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അത് നികുതി അടച്ചതല്ലേ, അത് ബാങ്കിലൂടെ വന്നതല്ലേ, അല്ലാതെ ചാക്ക് കെട്ടിക്കൊണ്ടുപോയ 154 കോടി ഉണ്ടല്ലോ, അത് ആരൊക്കെ കൊണ്ടുപോയി അന്വേഷിക്കട്ടെ? PK അന്വേഷിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടി അന്വേഷിക്കട്ടെ, OC അന്വേഷിക്കട്ടെ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് അന്വേഷിക്കട്ടെ, RC അന്വേഷിക്കട്ടെ, രമേശ് ചെന്നിത്തലയെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പോഴാണ് ജനങ്ങൾ മൊത്തം ചോദിക്കുക, അല്ല PVയെ കുറിച്ച് അന്വേഷിക്കണ്ടേ എന്ന് ജനങ്ങൾ മൊത്തം ചോദിക്കുക. അങ്ങനെ ചോദിപ്പിക്കണം. അങ്ങനെ ചോദിപ്പിച്ചിട്ട് പിണറായി വിജയനെ തട്ടണം. ഇതാണ്. അപ്പൊ ഇതിനു വേണ്ടി കൂടിയാണ് നാളത്തെ യോഗം എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് അന്തകവിത്താരാണ് ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്ന, ഇതിനൊക്കെ ഒരു സപ്പോർട്ട് നൽകുന്ന അമ്മായിയച്ഛന് എല്ലാവിധ സപ്പോർട്ടും. അമ്മായിയച്ഛ എന്ത് വേണമെങ്കിലും കട്ടുപിടിച്ചോ, പിന്നാലെ ആരുണ്ട്? പിന്നാലെ ഞാനുണ്ട്, എന്റെ ഇമ്മാതിരി കുറെ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ ആരാണ്? അതൊക്കെ CPMന്റെ നേതാക്കളാണ്. CPMന്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ കോടികൾ ആസ്തിയുള്ളവരാണ്. അപ്പൊ CPM ആരാ? CPM ഈ സാധാരണക്കാരുടെ പാർട്ടി അല്ലാതെ CPM എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ. ഇത്ര ഉടുപ്പില്ലാത്ത ഇത് വേറെ വല്ലൊരു ആണെങ്കിലേ രാജിവെച്ച് പോയിക്കാളും. എന്തിന് കാരണഭൂതത്തിന്റെ മരുവരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ആർക്കെതിരെ? കേന്ദ്രത്തിനെതിരെ. അതാണ് ഏറ്റവും വലിയ രസം. കേന്ദ്രത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ വന്നിരുന്നിട്ട് 2 സിന്ദാബാദ് വിളിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ എന്റെ റിയാസേ,
നിന്റെ കാര്യം കട്ടപ്പുകയാണ് മോനെ, കട്ടപ്പുകയാണ്. താൻ ചെയ്യും എന്താണ് കർമ്മങ്ങൾ, നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം കാട്ടിയ നിന്റെ ആദ്യ ഭാര്യ കൊടുത്ത പരാതിയിലെ ആ സ്ത്രീയോട് നീ ചെയ്ത കൊടും ക്രൂരതകൾ ഉണ്ടല്ലോ മോനെ, അതൊരമ്മയാണല്ലേ. ആ അമ്മക്ക് നേരെ നീ ചെയ്ത കൊടും ക്രൂരതകൾ ചുമരിൽ ചാരി നിർത്തി കൂമ്പിലിട്ടിടിച്ചില്ലേ, അല്ലേ? അപമാനിച്ചില്ലേ? നിന്നെക്കാൾ നല്ല പെണ്ണിനെ പാളയത്ത് 50 ഉറുപ്പ്യ കൊടുത്ത കിട്ടുന്നു പറഞ്ഞില്ലേ നീ? പരാതി തള്ളിക്കളഞ്ഞല്ല. ഈ പരാതി കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞിട്ട് കുടുംബ കോടതി ജഡ്ജി തള്ളിക്കളഞ്ഞിട്ടില്ല. ഫയലിൽ സ്വീകരിച്ചു. പോലീസ് സംരക്ഷണം കൊടുത്തു, നടക്കാവ് പോലീസ് സംരക്ഷണം കൊടുത്തു, അല്ലേ? അവസാനം ചർച്ചയ്ക്ക് വിളിച്ചു, നിങ്ങള് കോംപ്രമൈസിലെത്തി, നഷ്ടപരിഹാരം കൊടുത്തു. അങ്ങനെയല്ലേ കേസ് ഒത്തുതീർന്നത്, അല്ലേ? അതല്ലാതെ തള്ളിപ്പോയതല്ലല്ലോ മോനെ. ഇനി എന്തെല്ലാം നമ്മൾ കാണല്ലേ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. CPM-ലെ അന്തകവിത്ത് ആരാണ്? ഇങ്ങനൊരു ചോദ്യത്തിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? എൻ്റെ അഭിപ്രായത്തിൽ അത് PA മുഹമ്മദ് റിയാസാണ്. CPM എന്ന പാർട്ടി, ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടി നശിച്ച് അതിൻ്റെ അവസാനത്തെ അടിവേരും പിഴുതെറിയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാനിടയില്ല. ചില അന്തം കമ്മികൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, അത് ഉണ്ടായിക്കോട്ടെ. അതിനിപ്പം CPM നശിച്ച് നാറാണക്കല്ല് കണ്ടാലും ഇവര് ഒരു മായിക ലോകത്ത് പിണറായിക്ക് ജയ പാടി നടക്കും. അത് നടക്കട്ടെ. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരോടാണ് പറയുന്നത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോടാണ് പറയുന്നത്. പല പേരുകൾ നിങ്ങൾക്ക് പറയാണ്ടാവും. ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവർ, അത് നമ്മളെ ഒരു തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടിട്ട് ബ്രാഞ്ച് തലം മുതൽ നടത്തിയ പരിശോധനയിൽ, അവരുടെ ഹിതപരിശോധനയിൽ അങ്ങനെ നമുക്ക് പറയാം. കാരണം എല്ലാവരോടും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവർ പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്, എല്ലാറ്റിനും ഒരു കാരണം പിണറായി വിജയനാണ്, പിണറായി വിജയന്റെ നിലപാടുകളാണ്, പിണറായി വിജയന്റെ ശരീരഭാഷയാണ്, പിണറായി വിജയന്റെ ധൂർത്തവും അഹങ്കാരവും ഒക്കെയാണ് എന്ന് ഒരുപാട്, അതായിരുന്നു ഇതിനൊരു ഒരു ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പിണറായി മാത്രമല്ല, പിണറായിയെ ആ ഒരു രീതിയിലേക്ക് വളർത്തിയ പാർട്ടി എന്ന് പറഞ്ഞത് ഇതിന്റെ ദേശീയ സെക്രട്ടറി മുതൽ ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ വരെ, അങ്ങനെ പലവിധ കാരണങ്ങൾ CPM-നെ അപജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും എന്തുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് ആണ് ഇതിന്റെ ഒരു ആണിക്കല്ല് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ NV ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് നേരത്തെ CPM-ന്റെ പ്രമുഖ പദവികളിലൊക്കെ ഇരുന്നിരുന്ന NV ബാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ, കോഴിക്കോടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ഇവൻ കോഴിക്കോടിന്റെ നേതാവാണല്ലോ, അല്ലേ? കോഴിക്കോട് എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്ന ഈ കോഴിക്കോട് ജില്ല, ഈ ജില്ലയിൽ പാർട്ടിയെ ഈ വിധം തകർത്തത് റിയാസ് എന്ന് പറയുന്ന ഒറ്റ ആളാണ്. CPM എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ പാർട്ടി, കർഷകരുടെ പാർട്ടി, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി, അല്ലേ? പക്ഷേ റിയാസിന്റെ കൂട്ടുകാരാണ്, റിയാസിന്റെ കൂടെ നടക്കുന്നവരാരാണ്? ഇവിടത്തെ കള്ളപ്പണക്കാർ, ഇവിടത്തെ ഇത്തരത്തിൽപ്പെട്ട ഏറ്റവും വലിയ വ്യവസായികൾ, ഏറ്റവും വലിയ അധോലോക രാജാക്കന്മാർ, ഇവരൊക്കെയാണ് കൂട്ടുകെട്ട്. ഇപ്പം റിയാസിന്റെ ഒരു സുഹൃത്തായ അയാളുടെ പേര് നിഖിൽ, അല്ലെ? നിഖിൽ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിംഗ് മുതലാളിയുടെ വീടും സ്ഥാപനമൊക്കെയാണ് അത്രേ റീഡ് ചെയ്തത്. ഇയാള് കോടികളുടെ ആസ്തി, ഇതെവിടുന്ന് ഈ കോടികളുടെ ആസ്തി? ഈ കോടികളുടെ ആസ്തിയുള്ള ആളാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ CPM-ന്റെ നേതാക്കന്മാരൊക്കെ കോടികളുടെ ആസ്തിയുള്ള ആൾക്കാർ. CPM-ന്റെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മെഹബൂബ്,
എത്രയെത്ര മഹാരഥന്മാരിരുന്ന, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കേളുവേട്ടനാണ് ജില്ലാ സെക്രട്ടറി. അങ്ങനെ സംശുദ്ധരായ നേതാക്കൾ ഇരുന്ന കസേരയിൽ ഇന്ന് ഇരിക്കുന്നത് മെഹബൂബ്. ഞാൻ അയാളുടെ വീരകഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ കെ കെ രാഗേഷിനെക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് മെഹബൂബ് എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല കേട്ടോ. കെ കെ രാഗേഷ് എന്താ പറയാ, CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ അല്ലേ. കണ്ണൂരിൽ പാർട്ടിയെ, കോഴിക്കോടിനെ കടങ്ങപ്പുറം കണ്ണൂരിലെ പാർട്ടിയെ നശിപ്പിച്ച് നാറാണ് കല്ല് കണ്ട ആ ഒരവസ്ഥയിലെത്തിച്ച കെ കെ രാഗേഷ് ഇപ്പോഴും സർവാധികാരിയായി വിളങ്ങുകയാണ്. അവിടെ അതൊക്കെ നിൽക്കട്ടെ, ഞാൻ റിയാസിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പൊ ബേപ്പൂരിൽ നിന്ന് റിയാസ് ജയിച്ചു കയറി അല്ലെ. കോഴിക്കോട്ട് മറ്റെല്ലാ മണ്ഡലങ്ങളിലും CPM-കാർ പരാജയപ്പെട്ടപ്പോഴും ബേപ്പൂരിൽ നിന്ന് റിയാസ് ജയിച്ചു. അതിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ജയിച്ചു. പഴയ എന്ന് പറഞ്ഞാൽ മുമ്പ് കിട്ടിയ വോട്ടിന്റെ 3% പോലും കിട്ടിയില്ല ഭൂരിപക്ഷം. പക്ഷേ എതിർ സ്ഥാനാർത്ഥി പലർക്കും വിയോജിപ്പുള്ള ആളായിരുന്നു. മാത്രവുമല്ല, റിയാസിന് വേണ്ടി വേറെ പലതരത്തിലുള്ള ഉപജാപങ്ങളും ആ മണ്ഡലത്തിൽ നടന്നിരുന്നു. ആവുന്നത്ര വർഗീയത കുത്തിപ്പൊക്കിയിരുന്നു. അങ്ങനെ റിയാസ് ജയിച്ചു. എന്താ പറയാ, ജനങ്ങൾ നൽകിയ അംഗീകാരമല്ലേ, അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി CPM-നെ ഇത്രത്തോളം നശിപ്പിച്ചത് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും ഒരു പരിധി വരെ, ഏറ്റവും അവസാന കാലത്ത് അല്ലെ, പിണറായി അവസാന കാലത്ത് ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും ഒരു പരിധി വരെ കാരണക്കാരൻ റിയാസാണ്. കാരണം തന്റെ കൂടെ ഏറ്റവും വലിയ ഒരു മാഫിയ കിങ് തന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ധൈര്യം വരും. കാരണം എല്ലാം ഏറ്റുവാങ്ങാൻ, അല്ലെങ്കിൽ എല്ലാറ്റിനെയും പ്രതിരോധിക്കാൻ, എല്ലാറ്റിനെയും തടുക്കാൻ, ഏത് തണ്ടിത്തരവും ഏത് തെമ്മാടിത്തവും ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യം പിണറായിയെ ഈ ഒരു ധൈര്യമായിരിക്കാം, മരുവൻ എന്ന് പറയുന്ന ധൈര്യമായിരിക്കാം. ഞാനിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, ഞാൻ എന്റെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സെപ്റ്റംബർ 17, 2015 10:15 PM ആ സമയത്ത് ജന്മഭൂമി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയാണ് പീഡനം. DYFI നേതാവ് മുഹമ്മദ് റിയാസിനെതിരെ ഭാര്യയുടെ പരാതി. ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യ ഡോക്ടർ സമീഹ, അവര് SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ സമീഹ തന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെതിരെ കോഴിക്കോട് കുടുംബ കോടതിയിൽ നൽകിയ പരാതിയെക്കുറിച്ചുള്ള ജന്മഭൂമി ഓൺലൈനിൽ വന്ന റിപ്പോർട്ടാണ്. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചിരിക്കുന്നത്. 2004 മുതലാണ് പ്രധാനമായും മർദ്ദനം ആരംഭിച്ചത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഭാര്യയെ മർദ്ദിച്ച കഥകളാണ് പറയുന്നത്, നമ്മളാരും പറഞ്ഞതല്ല. ആ ഭാര്യ തന്നെ കുടുംബ കോടതിയിൽ നൽകിയ പരാതിയാണ്. ആ പരാതി പിന്നീട് ഒത്തുതീർന്നു. റിയാസ് അതിനുള്ള നഷ്ടപരിഹാരം മാസാമാസം ഒരു നിശ്ചിത തുക കൊടുക്കാന്നൊക്കെ പറഞ്ഞത് അത് ഒത്തുതീർന്ന ഒരു സംഭവം വേറെ ഉണ്ട്. അതോടെ കിടക്കട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ. ഞാൻ റിയാസിനെ വാഴ്ത്തുന്ന, റിയാസ് എന്തോ മഹാസംഭവമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാണ്, റിയാസിന്റെ ഒരു പഴയ റിയാസിനെ കുറിച്ച് ഓർമ്മ വേണേ. ഇയാള് ജനിച്ചു വീണപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്കല്ല ജനിച്ചു വീണത്. അതായത് കാരണഭൂതത്തിന്റെ മോളുടെ ഭർത്താവായിട്ടല്ല പിറന്നു വീണത്. റിയാസിനൊരു പഴയ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ചരിത്രമാണ്, നാറ്റക്കഥകളാണ്. ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് കേരളത്തിൽ നാറ്റമാണെന്ന്. ഇവന് നാറ്റടിക്കും. കാരണം ഇവൻ പിറന്നു വീണപ്പോഴേ ഇവന് നാറ്റമടിക്കുന്നുണ്ട്. ആ നാറ്റം വരുന്നത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്, ഇവന്റെ ദണ്ഡിത്തരം. കാരണം സ്വന്തം ഭാര്യയോട് ഇവൻ ചെയ്ത ക്രൂരതകൾ, ആ ഭാര്യ തന്നെയാണ് SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ സമീഹ തന്നെ കുടുംബ കോടതിയിൽ പറയുകയാണ്. എന്തൊക്കെയാണെന്നറിയോ? 1-2 കാര്യങ്ങൾ മാത്രം പറയാം, മുഴുവൻ പറയാൻ സമയമില്ല. മക്കളെ വീട്ടിൽ നിർത്തി ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാനാണ് ഭർത്താവ് റിയാസ് പറഞ്ഞത് എന്നും പരാതിയിൽ അവർ വ്യക്തമാക്കുന്നു.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം താനാണെന്ന് പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. സ്കൂളിൽ പഠിക്കുന്ന മക്കളെ റിയാസും ഗുണ്ടകളും തട്ടിക്കൊണ്ടുപോകുമെന്ന ഭീതിയുണ്ട്. ഇതിനാലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും പരാതിയിൽ പറയുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 2002 മെയ് 27 പട്ടാമ്പി കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 70 പവൻ സ്വർണമാണ് നൽകിയിരുന്നത്. 10 പവൻ മെഹറായും നൽകി. സ്വർണം വേണ്ടെന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. പൊന്നു വേണ്ട, പെണ്ണ് മതിയെന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിലുണ്ട്. ആ വാർത്ത അങ്ങനെ പോകുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ഏറ്റവും പ്രധാനം. ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. ഇങ്ങനെ ചുമരിൽ ചാരി നിർത്തിയിട്ടാണ് ഇവന്റെ മർദ്ദനം. കാരണം ചുമരിൽ ചാരി നിർത്താതെ മർദ്ദിച്ചാൽ വീണ് തലമുട്ടും. അതുകൊണ്ട് താഴെ വീഴാതിരിക്കാൻ ചുമരിന്റെ മേലെ ചാരി നിർത്തിയിട്ട് മർദ്ദിക്കുക. ആലോചിക്കട്ടെ, ഇയാൾ ചെയ്ത സ്ത്രീ പീഡനം. ഇപ്പൊ ഇയാൾ വലിയ സ്ത്രീ സംരക്ഷകനാണ്. അങ്ങനെ മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. നോക്കണം ക്രൂരത, ഇയാളുടെ ക്രൂരത. കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി. ഇങ്ങനെ പോകുന്നു ആ വാർത്ത. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ജന്മഭൂമിയിലെ വാർത്തയാണ്. ഇതേപോലെ വേറെയുമുണ്ട്. ഇത് വെറും ഇനിയിപ്പോ ജന്മഭൂമി റിയാസിനോടുള്ള, അതായത് BJP CPM-ലുള്ള വിരോധം കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ഇന്ത്യ ടുഡേയുടെ ഓൺലൈനിൽ ഇപ്പോഴും കിടക്കുന്നു. റിയാസിനെതിരായ മുൻ ഗാർഹിക പീഡന പരാതി അലക്കി വെളുപ്പിച്ച് സോഷ്യൽ മീഡിയ. അതിനുശേഷം സോഷ്യൽ മീഡിയ ഇക്കാര്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. ഈ സെയിം സാധനങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തിയത് റിയാസിന്റെ ഒരു പൂർവ്വകാല ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ. ഇങ്ങനെയുള്ള റിയാസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഏറ്റവും വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ റിയാസ് മന്ത്രിയാവും. എങ്ങനെ മന്ത്രിയായി എന്നറിയാലോ. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ജയിച്ചു വന്ന MLA-മാരിൽ ഒരുപാട് മികവും പരിചയവും പാർട്ടി കൂറും ഒക്കെയുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തി ആദ്യമായി ജയിച്ചു വന്ന മരുവാനെ പിടിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അല്ലെ, പൊതുമരാമത്തും ടൂറിസവും കൊടുക്കുന്നു. അത് വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം റിയാസിന്റെ കോഴിക്കോട് കേന്ദ്രമാക്കി കോഴിക്കോട് പാർട്ടിയെ ഒരു അധോലോക സംഘമാക്കി മാറ്റി. കോഴിക്കോട്ടുകാർക്കറിയാം. കോഴിക്കോട്ട് CPM എന്ന് പറഞ്ഞാൽ അധോലോക രാജാക്കന്മാരുടെ ഒരു കൂട്ടാരമാണ് കോഴിക്കോട്ടെ CPM. അല്ലാതെ കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും ഒന്നും പാർട്ടി അല്ലാതെ. അതൊക്കെ മാറിപ്പോയി. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നല്ല. അപ്പൊ ഇത്രയുമൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഇനി മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. PA മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പേജാണ്. അതില് റിയാസിന്റെ ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: പൗരത്വവും ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത അനിവാര്യമാണ്. മൂപ്പരിവിടാകെ എന്താ പറയാ, നാറ്റക്കേസിൽ കുടുങ്ങി കിടക്കുകയാണ്. നാളെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ എന്താ പറയാ പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട്. ഇവനെ വെളുപ്പിക്കൽ സമ്മേളനം എന്നാണ് സഖാക്കൾ തന്നെ പറയുന്നത്. അതായത് നല്ല സഖാക്കൾ പറയുന്നത് നാളെ നടക്കാനിരിക്കുന്നത് വിശദീകരണ യോഗമൊന്നുമില്ല, വെളുപ്പിക്കൽ. ആരെ വെളുപ്പിക്കാൻ? റിയാസിനെ വെളുപ്പിക്കാൻ, റിയാസിന്റെ സുഹൃത്തുക്കളായ ഈ കോടീശ്വരന്മാരെ വെളുപ്പിക്കാൻ, റിയാസിന്റെ ഭാര്യയായ പിണറായി വിജയന്റെ മകളായ വീണയെ വെളുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് CPM-ലെ അപ്പം ഗോവിന്ദനും കൂട്ടരും നടത്തുന്ന ഒരു വെളുപ്പിക്കൽ സമ്മേളനമാണ്. മുതലക്കുളം മൈതാനം അറിയാലോ. മുതലക്കുളം മൈതാനം എന്ന് പറയുന്നത് ഒരു വെളുപ്പിക്കൽ മൈതാനമാണ്. അത് ഈ അലക്കുകാർ, അതെ, കോഴിക്കോടിന്റെ പൂർവ്വകാല ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇപ്പോഴും അലക്കുകാര് അവിടെ അലക്കുന്നതും അലക്കി വെളുപ്പിക്കുന്നതുമായ ഒരു മൈതാനമാണത്.
അതായത് വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ച് തോരാനിടുന്ന ആ ഒരു കാഴ്ചയാണ് ഇത്തരം രാഷ്ട്രീയ സമ്മേളനങ്ങൾ അല്ലാത്ത സമയത്തൊക്കെ മുതലക്കുളം മൈതാനിയിൽ കാണുക. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്നത് അലക്ക് തൊഴിലാളികൾ, ഇന്നോളമുള്ള അലക്ക് തൊഴിലാളികൾ അലക്കി വെളുപ്പിച്ചതിനേക്കാൾ അങ്ങപ്പുറത്തേക്ക് ഒരു വലിയ ഒരു മഹാ അലക്ക് യജ്ഞം, അല്ലെ, വെളുപ്പിക്കൽ യജ്ഞം, അതാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിന്റെ തലേന്ന് ഇവനിട്ട പോസ്റ്റ് പൗരത്വവും ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത വേണമെന്ന്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഈ പോസ്റ്റ് അല്ല എന്റെ വിഷയം. ആ പോസ്റ്റ് ഇതാണ്: ജനന മരണ രജിസ്ട്രേഷൻ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ആധാർ, വോട്ടർ പട്ടിക, റേഷൻ കാർഡ്, വിദ്യാഭ്യാസ പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കം അതീവ ഗൗരവമുള്ളതാണ്. ജനന സർട്ടിഫിക്കറ്റ് ഭാവിയിൽ പൗരന്റെ അവകാശങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന രേഖയായി മാറുന്ന സാഹചര്യം സാധാരണക്കാരെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ഗുരുതരമായി ബാധിക്കത്രേ. അതായത് ജനന സർട്ടിഫിക്കറ്റും ഈ ആധാർ, വോട്ടർ പട്ടിക, റേഷൻ കാർഡ്, വിദ്യാഭ്യാസ പ്രവേശനം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്തോ വലിയ അപകടമാണ് എന്നാണ് പറയുന്നത്. പോട്ടെ, അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഇപ്പോഴ് അതായത് 4 മണിക്കൂറിന് ശേഷം ഈ റിയാസ് തന്നെ പോസ്റ്റ് ചെയ്ത, എന്താ പറയാ, ഇവൻ ഏറ്റവും വലിയ ജനപ്രിയ നേതാവാണെന്നൊക്കെയല്ലേ പറയുന്നത്. ജനപ്രിയ നേതാവാണത്രേ. കാരണഭൂതം കഴിഞ്ഞാലും അല്ല, കാരണഭൂതത്തിന്റെ മേലെ നിൽക്കുന്ന, എല്ലാറ്റിനും മേലെ നിൽക്കുന്ന, അപ്പം ഗോവിന്ദനും മേലെ നിൽക്കുന്ന, അല്ലെങ്കിൽ MA ബേബിക്കും മേലെ നിൽക്കുന്ന ജനപ്രിയ നേതാവാണത്രേ മുഹമ്മദ് റിയാസ്. ഈ റിയാസ് 4 മണിക്കൂറായിട്ടും ഇത് 166 പേരുടെ കമന്റ് ഉണ്ട്. 30 ആൾക്കാർ മാത്രമേ ഇത് ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ രസം, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന 166 കമന്റുകളിൽ ഒരു കമന്റ് പോലും റിയാസിന് അനുകൂലമായിട്ടില്ല. ഒരു കമന്റ് പോലും റിയാസിന് അനുകൂലമായിട്ട് സഖാവ് പറഞ്ഞതാണ് ശരി, സഖാവാണ് ഞങ്ങളുടെ പ്രിയങ്കരൻ, സഖാവെ ഇങ്ങനെ പോസ്റ്റ് ഇടണം, ഇത് ഏറ്റവും വലിയ തണ്ടിത്തരമാണ് കേന്ദ്ര സർക്കാരിന്റെ, താങ്കൾ നയിച്ചോളൂ, ഞങ്ങൾ പിന്നാലെയുണ്ടെന്ന് ഒരാൾ പോലും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്രയും വെറുക്കപ്പെട്ടവനാണ് റിയാസ് എന്ന് ഈ പോസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. റിയാസിന്റെ പോസ്റ്റ് എടുത്ത് നോക്ക്. അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മുഴുവൻ ഇയാൾക്കെതിരെയുള്ള തെറിയാണ്. എന്താ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് CPM-കാരല്ലേ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് CPM-കാരാണ്, സഖാക്കളാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരോ BJP-കാരോ ഒന്നുമല്ല. പക്ഷേ റിയാസിനെ തെരഞ്ഞു പിടിച്ച് റിയാസിനെതിരെ കോലാഹലം ഉണ്ടാക്കുന്നത്, റിയാസിനെ തള്ളി പറയുന്നത് ഇവിടുത്തെ നല്ല സഖാക്കളാണ്. എടാ മൊയന്തേ, എന്തിനാണ് രാവിലെ തന്നെ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിന്റെ പെണ്ണിന്റെ മാസപ്പടി കേസിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനാണോ? അതാണ് പ്രധാനം. അതാണ് മറ്റൊന്ന്, ഉളുപ്പുണ്ടോ റിയാസെ? സ്വന്തം വാളിൽ, അല്ലേ, ഇത് സ്വന്തം വാളിൽ സ്വന്തം പോസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ട് ഒരാൾ പോലും ഇല്ലടോ നിന്റെ ഈ പോസ്റ്റിനെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. നിന്റെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ നിനക്ക് എതിരാണെന്നേ. അതാ ഞാൻ പറഞ്ഞത്. PM മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് CPM-ന്റെ അന്തക വിത്താണ്. ഈ വിത്ത് മുളച്ചാൽ ഇപ്പം തന്നെ മുളച്ച് പോയിക്കുന്നു, നീ പറഞ്ഞിട്ട് കാര്യമില്ല. CPM-ന്റെ അന്ത്യം നിങ്ങൾ എഴുതി വെച്ചതിന് അങ്ങപ്പുറത്തേക്കില്ല. ഞാൻ വളരെ എളിമയോടെ, വളരെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ട, എന്താ പറയാ, ഈ പറയുന്ന CPM അനുഭാവികളോട്, സത്യസന്ധരായ അനുഭാവികളോട് പറയാണ്, ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയണം. എന്തിനാണ് ഈ കള്ളന്മാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? പാർട്ടി വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെതായ മൂല്യമുള്ള പാർട്ടി തന്നെയാണ്. പക്ഷെ ഈ കള്ളന്മാരെ, കാട്ടുകള്ളന്മാരെ എന്തിനാ നിങ്ങളിങ്ങനെ ഈ അലക്കി വെളുപ്പിക്കുന്നത്? എന്തിന്?